ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സെപ്റ്റി ടാങ്ക്, അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ യൂസ് ചെയ്യുന്ന ബാത്റൂമിൻ്റെ ഔട്ട് വരുന്ന സെപ്റ്റി ടാങ്ക് നമുക്ക് എങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നോക്കുന്നത്. പണ്ടത്തെ രീതി മാറിക്കഴിഞ്ഞു. കാരണം ഒറ്റ കുഴികൾ, അതായത് ഒറ്റ സെപ്പറേഷൻ കാര്യങ്ങളൊന്നും, അതായത് ഫിൽട്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒറ്റ കുഴികളായിരുന്നു പണ്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഫിൽട്ടർ ചെയ്ത് അവസാനം അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഇത് മാത്രം, അതായത് നമ്മൾ ഓൾറെഡി കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം മാത്രം പുറത്തേക്ക് പോകുന്ന സിസ്റ്റമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്, നമുക്കിതൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത്ര അകലത്തിൽ ഒരു കുഴി എടുത്തതിന് ശേഷം അത് 3 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. 3 സ്റ്റെപ്പ്, അത് 2 സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡായിരിക്കും, ഒരെണ്ണം സെപ്പറേഷൻ ആയിരിക്കും, പിന്നെ അതിൽ നിന്ന് വരുന്ന ഓവർഫ്ലോ. അങ്ങനെ ടോട്ടൽ ഒരു 4 സെപ്പറേഷൻ അറകൾ വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഓൾറെഡി 3 അറകളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് സ്ഥലമില്ലാത്തതുകൊണ്ട് ഓവർഫ്ലോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് റെഡിമെയ്ഡ് ഒരു ടാങ്ക് കൂടി വെക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ വെച്ച് വാർക്കുന്ന സിസ്റ്റമാണ്. വാർത്ത് ചെയ്യുന്നത് നല്ലത്. കാരണം വെച്ചാൽ ഈ ഭാവിയിൽ നമുക്ക് ലീക്ക് കാര്യങ്ങളൊന്നും പുറമേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് വാർത്ത് ചെയ്യുന്ന സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. സ്ക്വയറിൽ തന്നെ വെച്ച് വാർത്ത് പ്രൊഫഷണൽ ലെവലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് 2 സൈഡുകളിലും ഇതുപോലെ തന്നെ ആദ്യമേ തന്നെ ഒരു സ്റ്റെപ്പ് വാർത്തു, അതിനുശേഷം അത് പൊളിച്ചതിന് ശേഷം ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം അത് എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് വീണ്ടും വെച്ച് വാർത്തു. അങ്ങനെ ഏകദേശം നമുക്ക് ആവശ്യമായ ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. അതിൽ ലെങ്ത്ത് കാര്യങ്ങൾ ഏകദേശം അതിൻ്റെ ഉള്ളളവ് ഏകദേശം ഓരോ അറകളുടെ ഉള്ളളവ് 1 മീറ്റർ അല്ലെങ്കിൽ ഒരു 90 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവേണ്ട, ഏകദേശം ഒരു 3 മീറ്റർ വരാവുന്ന രീതിയിലാണ് അതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. 1 മീറ്റർ വീതി വരാവുന്ന രീതിയിലാണ് അതിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. അത്രയും താഴ്ച വേണമെങ്കിൽ നമുക്കൊരു 5 അടി എടുക്കാവുന്ന രീതിയിൽ 5 അടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 അടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 മീറ്റർ, അല്ലെങ്കിൽ മാക്സിമം 1.5 മീറ്റർ മതിയോ. 1.5 മീറ്റർ പറഞ്ഞാൽ അത്രയും തന്നെ കൂടുതലായിരിക്കും, നമുക്ക് അത്രയും തന്നെ കൂടുതലായിട്ടാണ് വരുന്നത്. ഇനി അതല്ല 1.5 മീറ്റർ അല്ല 1 മീറ്റർ ആണെങ്കിലും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അറകൾ രണ്ടിൻ്റെയും തമ്മിൽ അറകൾ ജസ്റ്റ് ഇത് നമ്മൾ തട്ട് പൊളിച്ചതിന് ശേഷം നമുക്കൊന്ന് മാറ്റി കറക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. തട്ട് ഇതിപ്പോൾ ഓൾറെഡി പൊളിക്കാത്തതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാത്തത്. ആദ്യത്തെ 2 അറകൾ തമ്മിൽ അടിവശം വെച്ചാണ് ലിങ്ക് ചെയ്യുന്നത്. എല്ലാ ബാത്റൂമുകളിൽ നിന്നും വരുന്ന മെയിൻ ഹോളുകളിൽ നിന്നും വരുന്ന എല്ലാ പൈപ്പും ഒന്നിച്ച് പിടിച്ചതിന് ശേഷം നമ്മുടെ ഇന്ന് വരുന്ന പൈപ്പാണ് ഈ കാണുന്നത്. അതായത് സെപ്റ്റിക്കിൻ്റെ ഇന്ന് വരുന്ന പൈപ്പ് ഇതിലേക്ക് വന്നു. അതിനുശേഷം അതിൻ്റെ അടിവശം തമ്മിൽ ആദ്യത്തെ 2 അറകൾ തമ്മിൽ അടിവശം തമ്മിലാണ് ലിങ്ക് ചെയ്യുന്നത്. അതിനുശേഷം 3ാമത്തെ അറയിലേക്ക് കിടക്കുമ്പോൾ 3ാമത്തെ അറയിലേക്ക് മുകളിലാണ് ലിങ്ക് ചെയ്യേണ്ടത്. ഈ 3ാമത്തെ അറയിൽ നിന്ന് ഔട്ടാണ് നമുക്ക് ഓവർഫ്ലോ ആയിട്ട് നമ്മൾ ഈ കാണുന്ന സൈഡിലെ കുഴിയിലേക്ക് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. അതായത് ആദ്യത്തെ അറകളിൽ നിന്ന് എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ആദ്യത്തെ ഇന്നിൽ വരുന്ന പൈപ്പിൻ്റെ അടിവശത്തിൽ നിന്നും അത് 2 ഇഞ്ച് താത്തിയാണ് ഈ ഓവർഫ്ലോയിലേക്ക് വരുന്ന നമ്മൾ പൈപ്പ് ഇടേണ്ടത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇന്ന് വരുന്ന പൈപ്പിൻ്റെ അടിവശത്തിൽ നിന്നും 1 ഇഞ്ച് താഴ്ത്തി ഈ അറകളിൽ വരുന്നു. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ മുകളിൽ വന്നിരിക്കുന്ന 3ാമത്തെ അറയുടെ സെറ്റപ്പ് കറക്റ്റ് ലെവലിൽ വരുന്നു. അതിനുശേഷം വീണ്ടും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാത്റൂമിൻ്റെ ഇന്ന് വരുന്ന സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വരുന്ന പൈപ്പിൻ്റെ ഇന്ന് വരുന്ന, അതായത് ബാത്റൂമിലെ ഇന്ന് വരുന്ന പൈപ്പിൻ്റെ അടിവശത്ത് നിന്നും അതിന്റെ ഓവർഫ്ലോ നമ്മൾ പുറമേ പറയുന്നത് ഇവിടെ വന്ന് 2 ഈ പൈപ്പിൽ നിന്നും ഈ വെള്ളം നമ്മൾ കെട്ടി നിർത്തും. മൊത്തം വെള്ളം കെട്ടി നിർത്തുമ്പോൾ ഈ വെള്ളം ഇവിടെ അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മുകളിലാണ് വന്ന ആ 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 1 ഇഞ്ച് താഴ്ച ഇവിടെ കുറച്ചുകൂടി ക്ലിയർ വെള്ളം മാത്രം പുറത്തേക്ക് കിടക്കുന്നു. 1 ഇഞ്ച് താഴ്ച ഇവിടെ വരുന്നു, പിന്നെ 1 ഇഞ്ച് താഴ്ച വെള്ളം ഓൾറെഡി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ടോട്ടൽ ആ വെള്ളം വരുന്ന വെള്ളം എത്രയാണോ അത്ര 2 ഇഞ്ചിൽ കുറയാതെ കിട്ടണം. 2 ഇഞ്ച് ഈ കുറയാതിരുന്നാൽ മതി. ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ വരെയൊക്കെ നമുക്ക് മാക്സിമം. അപ്പോൾ അത്രയും എന്തുകൊണ്ടായിട്ട് പറയുമ്പോൾ അത്രയും വെള്ളത്തിന്റെ കപ്പാസിറ്റി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വരുന്ന മെഷർമെന്റ് പറയുകയാണെങ്കിൽ ഈ പൈപ്പിൽ ഏറ്റവും കുറഞ്ഞ പൈപ്പിൽ നിന്നും താഴേക്ക് 2 വരുന്ന ഓവർഫ്ലോയുടെ അടിയിൽ ആ പൈപ്പിന്റെ അടിവശമായിരിക്കണം. അതായത് ഇതിനേക്കാൾ താഴ്ന്നായിരിക്കണം, ഇന്നിൽ നിന്നും താഴ്ന്നായിരിക്കണം ഔട്ട് വരുന്ന പൈപ്പ് നമ്മൾ ഇടണം. 2 ഇഞ്ചെങ്കിലും താത്തിയിടണം. ഒട്ടും 2 ഇഞ്ചിന് മുകളിലേക്ക് പോകരുത്, 2 ഇഞ്ചിന് താഴേക്ക് പോകരുത്. ഓൾറെഡി 2 ഇഞ്ച് തന്നെ കറക്റ്റ് കിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. 2 ഇഞ്ചിന് ഇത്തിരി കൂടിയെന്ന് വിചാരിച്ച് പ്രശ്നമില്ല, പക്ഷേ കുറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ആദ്യത്തെ പൈപ്പിൽ നിന്നും 2 ഇഞ്ചും അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ലെയറിൽ നിന്ന് 1 ഇഞ്ച് താത്തി വന്നു, വീണ്ടും അടുത്ത ലെയറിൽ 1 ഇഞ്ച് താത്തി വന്നു. അങ്ങനെയാണ് ടോട്ടൽ ഇന്നിൽ നിന്നും ഔട്ടിൽ നിന്ന് 2 ഇഞ്ച് ഗ്യാപ്പ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.